കാരണം ആത്മീയ ശക്തി ഉണങ്ങുമെങ്കിൽ നിരന്തരമായ തപസ്സിലൂടെയാണ്. നിരന്തരമായ തപസ്സിലൂടെ ആണ് നമുക്കൊരു ആത്മീയ ശക്തി ഉണരുകയുള്ളൂ. അത് നിയമം പാലിച്ചുകൊണ്ട് തന്നെ, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി എന്നീ വിഷയങ്ങളിലൂടെ കടന്നുപോയി, എന്നീ ചര്യകളിലൂടെ നിങ്ങളുടെ മനസ്സും ശരീരവും നീങ്ങി അതിൻ്റെ അവസാനത്തെ സ്റ്റേജായ സമാധിയിലേക്ക് എത്തണമെങ്കിൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആണ്. ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിങ്ങിലൂടെ അല്ലാതെ നിങ്ങൾക്കൊരു സുപ്രഭാതത്തിൽ ആത്മീയ ചൈതന്യം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. അത് ചില ആളുകൾക്ക് ജനിച്ചപ്പോൾ തന്നെ നേടുന്ന ആളുകളുണ്ട്, ജനിച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം നേടുന്ന ആളുകളുണ്ട്, അവസാന കാലങ്ങളിൽ നേടുന്ന ആളുകളുണ്ട്, ഒരു ആത്മീയ ചര്യയും ഇല്ലാതെ നേടുന്ന ആളുകളും ഉണ്ട്. പക്ഷേ സാധാരണ മനുഷ്യരെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സാധാരണ മനുഷ്യർക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ കടന്നു പോവാതെ ആത്മീയപരമായ ഒരു ചൈതന്യം ലഭിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമാണ്. പ്രാർത്ഥനയുടെ സ്ഥാനത്ത് നിങ്ങൾ ധ്യാനത്തെ പ്രതിഷ്ഠിക്കണം. പ്രാർത്ഥിക്കുന്നതിന് പകരം നിങ്ങൾ ദാനം കൊടുക്കണം. പ്രാർത്ഥിക്കുന്നതിന് പകരം നിങ്ങൾ ദാനം ചെയ്യൂ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് പകരം സേവ ചെയ്യൂ. ഈ സേവയും ദാനവും പ്രാർത്ഥനയേക്കാൾ മഹത്തരമാണെന്നറിയുക. അതാണ് അന്നദാനത്തേക്കാൾ വലിയ ദാനമില്ലെന്ന് പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് പകരം നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. പ്രാർത്ഥനയേക്കാൾ എത്രയോ മേന്മയുള്ളതാണത്.